നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയാണ്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് 2 ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ കണ്ടന്റുകളൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ്സോട് ആകുമ്പോഴത്തേക്കിനും മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്നുള്ള ടോപ്പിക്ക് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പം മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആർട്ടിക്കിൾ 46 വരെയാണ് പറഞ്ഞു തീർത്തിയത്. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ടുള്ള ആർട്ടിക്കിളിലേക്ക് വരാം. അടുത്ത ആർട്ടിക്കിൾ 47 ആണ്. അപ്പോൾ 47ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? പോഷക ആഹാരം, ജീവിത നിലവാരം, പൊതുജന ആരോഗ്യം, മദ്യനിരോധനം, ഈ വക കാര്യങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 47. അപ്പം ഈ വക കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയാണെന്നാണ് പറയുന്നത്. ഒന്നെന്താണ്? പോഷക ആഹാരം, ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുക അല്ലെങ്കിൽ പോഷക ആഹാരം നൽകുക, ഇത് സർക്കാരിന്റെ ചുമതലയാണെന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാം സർക്കാർ അതുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളൊക്കെ നടപ്പാക്കുന്നുണ്ട്. ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന സൗജന്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ വിതരണമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഈ പറയുന്ന ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറയുന്നത്? ജീവിത നിലവാരം, അതായത് ജനങ്ങളുടെ ജീവിത നിലവാരം, ലിവിങ് സ്റ്റാൻഡേർഡ്, ഇത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയാണെന്ന് ഓർത്തിരിക്കുക. അതായത് ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരാണ്. ഓക്കെ, അടുത്തത് പൊതുജന ആരോഗ്യം. പൊതുജന ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന ഹോസ്പിറ്റലും മറ്റു സൗകര്യങ്ങളും, ജനങ്ങൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനും മറ്റു കാര്യങ്ങളും ഉള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ്? സർക്കാരിന്റെ ചുമതലയാണെന്ന് ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 47 എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? മദ്യനിരോധനം. ഓക്കെ, അപ്പൊ മദ്യനിരോധനം അല്ലെങ്കിൽ മദ്യത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക, അതും ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മദ്യനിരോധനം. അപ്പം ഈ പറയുന്ന മദ്യനിരോധനം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പൊതുജനാരോഗ്യ സംവിധാനം തകർച്ചയിലേക്ക് വരും. അതുകൊണ്ടാണ് മദ്യനിരോധനം നടപ്പാക്കണമെന്ന് പറയുന്നതിന്റെ ലക്ഷ്യം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നടപ്പാക്കേണ്ടത് ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. ഏതാണ്? 48ാമത്തെ ആർട്ടിക്കിളാണ്. അപ്പൊ 48ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്ന കാര്യമാണ് കൃഷിയും മൃഗസംരക്ഷണവും, ഗോവധ നിരോധനം എന്നിവയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 48. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? കൃഷിയെ സംരക്ഷിക്കുക, കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം, ഇപ്പം കൃഷി മേഖലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആധുനികവൽക്കരണം വന്നിട്ടുണ്ടെങ്കിലും പണ്ട് കാലത്ത് കൃഷി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് മൃഗസംരക്ഷണം. കൃഷിക്ക് വേണ്ടി പലപ്പോഴും മൃഗങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൃഷിയും മൃഗസംരക്ഷണവും അതിന്റെ ഭാഗമായിട്ട് ഗോവധം നിരോധനം നടപ്പാക്കണം. കാരണം ഈ പറയുന്ന പശുക്കളെയൊക്കെ കൂടുതലായിട്ട് കൊന്നുകഴിഞ്ഞാൽ നമ്മുടെ കൃഷിക്ക് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതൊരു പഴയ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു ആശയമാണ്. ഇപ്പൊ അതിന് വലിയ പ്രാധാന്യമില്ല. എങ്കിലും ഈ ഗോവധം എന്ന് പറയുന്നത് കൃഷിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഭരണഘടനയിൽ ചേർത്തിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൃഷിയെ സംരക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ സംരക്ഷിക്കുക, ഇതൊക്കെ ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. ഏതാണ്? 48A. 48A എന്നുള്ള ആർട്ടിക്കിളാണ് വരുന്നത്. 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ചേർത്ത ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ അവിടെ പറയുന്ന കാര്യമാണ് പരിസ്ഥിതി, വനം, വന്യമൃഗ സംരക്ഷണം. ഇത് ആരുടെ ജോലിയാണ്? സർക്കാരിന്റെ ജോലിയാണ്. പരിസ്ഥിതി സംരക്ഷിക്കുക, അതുപോലെ വനങ്ങൾ സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക, ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യമാണെന്നാണ് 48A എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം പൊതുവിൽ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, ഈ പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഒരിക്കലും പരിസ്ഥിതി സംരക്ഷണം പോസിബിൾ അല്ല.
അതുപോലെ വനവും വന്യജീവികളുടെ സംരക്ഷണവും ഒരു വ്യക്തിയെ കൊണ്ട് സാധ്യമാണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആര് തന്നെ ചെയ്യണം? അത് ഗവൺമെന്റ് തന്നെ ചെയ്യണം. കാരണം ഇവയൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം എന്താവത്തുള്ളൂ, ഈ പറയുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം ഈ പറയുന്ന ഇവയെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതവും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവയൊക്കെ നടത്തി തരേണ്ടത് ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. ഏതാണ്? 49ാമത്തെ ആർട്ടിക്കിൾ. അപ്പൊ അവിടെ പറയുന്ന കാര്യമാണ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളും സ്ഥലങ്ങളും വസ്തുക്കളും സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ. ഇപ്പൊ എക്സാമ്പിൾ ഈ പറയുന്ന താജ്മഹൽ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 49. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് കാര്യമെന്നുള്ളത്. മനസ്സിലായി കാണുമല്ലോ. എന്താണ്? ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് സംരക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയാണ്. ഇപ്പൊ ഒരു വ്യക്തിയെ കൊണ്ട് അത് സാധിക്കണമെന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ചരിത്ര പ്രാധാന്യമായിട്ടുള്ള സ്മാരകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംരക്ഷിച്ചു പോരേണ്ടത് അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതിനെപ്പറ്റി പറയുന്ന ഏത് ആർട്ടിക്കിളിന്റെ അകത്താണ്? 49ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്താണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 50ാമത്തെ ആർട്ടിക്കിൾ ആണ്. ഈ ഒരു ഭാഗം നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 50ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നു നീതി ന്യായ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും വേർതിരിഞ്ഞ് പ്രവർത്തിക്കണം. ഇപ്പൊ നമുക്കറിയാം ഒരു ഗവൺമെന്റിനെ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ഘടകങ്ങളാണുള്ളത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ ഈ പറയുന്ന നീതിന്യായ വിഭാഗം. അപ്പൊ ഇവിടെ പറയുന്നത് നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ജുഡീഷ്യറി, കോടതി, അതാണ് നീതിന്യായ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മന്ത്രിസഭ അല്ലെങ്കിൽ ജനപ്രതിനിധികളായിട്ട് വരുന്നവർ. ഇവര് രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം ഇപ്പം നമുക്കറിയാം നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്. ആ നിയമം നടപ്പാക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്, കാര്യനിർവഹണ വിഭാഗമാണ്. അപ്പൊ അവര് നിയമം നിർമ്മിച്ച് അവരൊരു കാര്യം നടപ്പാക്കുമ്പോൾ അതിലെന്തേലും വീഴ്ച വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത്? കോടതിയിലോട്ടാണ് പോകുന്നത്. ഈ എക്സിക്യൂട്ടീവിലുള്ള ആൾക്കാർ തന്നെയാണ് കോടതിയിൽ ഇരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നീതി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവും നീതിന്യായ വിഭാഗവും രണ്ടായിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരിക്കലും നീതി നടപ്പാകില്ല എന്നാണ് പറയുന്നത്. സെപ്പറേഷൻ ഓഫ് പവർ എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. അപ്പം ഇന്ത്യയിൽ ഈ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്ന അത്ര പൂർണ്ണമായിട്ടല്ല വരുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കുന്നത് അത് ഈ പറയുന്ന US-ലാണ്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ സെപ്പറേഷൻ ഓഫ് പവറിനെ പറ്റി പറയുന്നുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 50 എന്ന് ഓർത്തിരിക്കുക. അപ്പം ജുഡീഷ്യറിയും കാര്യനിർവഹണ വിഭാഗവും സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? 50. എന്നാൽ മാത്രമേ രാജ്യത്ത് ഈ പറയുന്ന നീതി നിലനിൽക്കത്തുള്ളൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ഓർത്തിരിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരുടെ ജോലിയാണ്? സർക്കാരിന്റെ ജോലിയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ. ഇനി അവസാനത്തെ ആർട്ടിക്കിളിലേക്ക് വരാം. 51. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. ഇത് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ജോലിയാണ്? അതും സർക്കാരിന്റെ ജോലിയാണ്. അന്താരാഷ്ട്ര സമാധാനം നിലനിർത്താൻ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ അന്താരാഷ്ട്ര സമാധാനം എന്ന് പറയുന്നത് ആരുടെ ജോലിയാണ്? സർക്കാരിന്റെ ജോലിയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ അന്താരാഷ്ട്ര സമാധാനം എന്ന് പറയുമ്പോൾ അപ്പം ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ എന്ന് നമ്മൾ പറയാറുള്ളത് 51ാമത്തെ ആർട്ടിക്കിളിനെയാണ്. ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ. അപ്പൊ 51ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വമാണ്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം നിലനിർത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഒരിക്കലും ഇന്ത്യ ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. അപ്പം സമാധാനം നിലനിർത്തുകയും അതുപോലെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനയിൽ അംഗമാകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം പരീക്ഷയ്ക്ക് വേണേൽ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടിയിട്ടുണ്ട്, അതിന് അടിസ്ഥാനം
ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ 51ാമത്തെ ആർട്ടിക്കിൾ ആണ്. അതുപോലെ ഈ പറയുന്ന പല തലങ്ങളിലും ഈ പറയുന്ന സമാധാനപരമായിട്ടുള്ള പല ചർച്ചകളും മറ്റു കാര്യങ്ങളും ഇന്ത്യ നടത്താറുണ്ട്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഏത് ആർട്ടിക്കിൾ ആണ്? 51ാമത്തെ ആർട്ടിക്കിൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഭാഗത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമല്ലോ. ആർട്ടിക്കിൾ ഈ പറയുന്ന ഏകദേശം ഈ പറയുന്ന 39 തൊട്ട് 51 വരെയുള്ള ആർട്ടിക്കിൾ എല്ലാം തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആർട്ടിക്കിൾ മുഴുവനും കാണാതെ പഠിക്കാതെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള വസ്തുതകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു പ്രാവശ്യം കേട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഇത് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുടക്ക ഭാഗത്തിൽ പറഞ്ഞു, ഈ പറയുന്ന ഭാഗത്തിലെ ആർട്ടിക്കിളുകളെ നമ്മൾ പ്രധാനമായിട്ട് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗാന്ധിയൻ ആശയമുള്ള ആർട്ടിക്കിൾ എന്നും, അതുപോലെ ലിബറൽ ആശയമെന്നും, സോഷ്യലിസ്റ്റ് ആശയമെന്നും പറഞ്ഞു. അപ്പൊ അങ്ങനാണെങ്കിൽ ഇതിൽ വരുന്ന ആർട്ടിക്കിള് ഏതൊക്കെ കാറ്റഗറിയിൽ എങ്ങനെയൊക്കെ തരംതിരിക്കാം എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഇത്രയും 3 ക്ലാസ്സിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ട്. ആ ഒരു ആശയം വെച്ചുകൊണ്ട് വേണം നമ്മൾ തരംതിരിക്കാൻ. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഗാന്ധിയൻ ആശയവുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ഗാന്ധിയൻ ആശയങ്ങളാണ് മാർഗനിർദ്ദേശ തത്വത്തിന്റെ അകത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് പറയാൻ സാധിക്കും ഈ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് സ്ഥാപനം രൂപീകരിക്കണമെന്ന് 40ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതെന്താണ്? ഒരു ഗാന്ധിയൻ ആശയമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തായിട്ട് ഗാന്ധിയൻ ആശയം എന്ന രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്ന കോട്ടേജ് ഇൻഡസ്ട്രിയുടെ വികസനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം. അത് ഗാന്ധിയൻ ആശയവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരാശയമാണ് ഈ പറയുന്ന കൃഷിയും അനുബന്ധ കാര്യവും, അല്ലെങ്കിൽ ഗോവധ നിരോധനം. ഗാന്ധിയൻ ആശയമാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരാശയമാണ് ഈ പറയുന്ന പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക, അല്ലെങ്കിൽ മദ്യ നിരോധനം. അപ്പൊ ഈ പറയുന്ന ആശയങ്ങളൊക്കെ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഗാന്ധിയൻ ആശയങ്ങൾ എന്ന രീതിയിൽ വരുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഗാന്ധി പറഞ്ഞിട്ടുള്ള ആശയങ്ങളുമായിട്ട് കണക്ട് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏതാണ്? സോഷ്യലിസ്റ്റ് ആശയമാണ്. അപ്പൊ സോഷ്യലിസം എന്ന് പറയുമ്പോൾ സാമ്പത്തിക അർത്ഥതലത്തിലല്ല വരുന്നത്, സാമൂഹ്യ തലത്തിലാണ് വരുന്നത്. സാമൂഹ്യ ഉന്നമനം എന്നുള്ള അർത്ഥതലത്തിലാണ് വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് വരുമ്പോൾ പ്രധാനമായിട്ടും 39ാമത്തെ ആർട്ടിക്കിൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 39ന്റെ അകത്ത് എന്താണ് പറഞ്ഞത്? 39ന്റെ അകത്ത് പറയുന്നത് എന്താണ്? സാമൂഹ്യ തുല്യതയെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം. അതുപോലെ ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന 41ാമത്തെ ആർട്ടിക്കിളിലേക്ക് വരുന്നുണ്ടേ അവിടെ പറയുന്നുണ്ട് ഈ പറയുന്ന ജോലിക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം സർക്കാർ ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന SC/ST വിഭാഗത്തിൽ വരുന്നവരുടെ ഉന്നമനത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിബറൽ ആശയങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ലിബറൽ ആശയം എന്ന് പറയുമ്പോൾ ഒരു പുരോഗമന ചിന്തയിൽ വരുന്ന ആശയങ്ങളെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. അപ്പം ഏറ്റവും ഒടുവിൽ നോക്കിയ ആർട്ടിക്കിളൊക്കെ നോക്കിയേ, ഈ നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കണം. അതുപോലെ അന്താരാഷ്ട്ര സമാധാനം, അതുപോലെ ഈ പറയുന്ന നമ്മുടെ പൗരാണികപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നത്, അതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കുക, പൊതുജന ആരോഗ്യ പരിപാലനം, കുട്ടികളുടെ ഈ പറയുന്ന വിദ്യാഭ്യാസം, 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ ഏകീകൃത നിയമ വ്യവസ്ഥ എന്ന് പറയുന്നത്, മെറ്റേണിറ്റി റിലീഫ് എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഈ പറയുന്ന ലിബറൽ ആശയങ്ങൾ, അല്ലെങ്കിൽ നവീനമായിട്ടുള്ള ആശയങ്ങൾ എന്ന രീതിയിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്. അപ്പം ഈ രീതി വേണം ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി വെക്കാൻ. അപ്പം മൗലിക അവകാശങ്ങൾ പറഞ്ഞ സമയത്ത് ആർട്ടിക്കിൾ തന്നെ എടുത്തെടുത്ത് പറഞ്ഞാണ് പോയത്. പക്ഷെ ഇവിടെ ആർട്ടിക്കിളിനെക്കാട്ടിൽ ഈ പറയുന്നതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ക്ലാസ്സുകളിലായിട്ട് മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ഏവർക്കും നന്ദി.